ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് കേട്ടോ. പുതിയ ബുക്ക് മാറിയിട്ടുണ്ട് അല്ലേ? ആ പുതിയ ബുക്കാണ് കേട്ടോ ടീച്ചർ എടുക്കുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്താ നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ? മിഡീവൽ ഇന്ത്യ അല്ലേ? മിഡീവൽ ഇന്ത്യ ആണ് അല്ലേ? നോക്കൂ, ഈ രണ്ട് ചിത്രം കണ്ടത് ഇത് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടത്? എന്താണ് നോക്കാം നമുക്ക്. Observe the figures given above. These are the historical relics of two kingdoms that ruled medieval India. Medieval ഇന്ത്യയിൽ ഭരിച്ച രണ്ട് കിങ്ഡംസിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ റിലിക്സ് ആണെന്ത് ഈ രണ്ട് ചിത്രങ്ങൾ കേട്ടോ. യു മേ ബി ഫെമിലിയർ വിത്ത് ഫസ്റ്റ് വൺ. ഇത് നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും അല്ലേ? കണ്ടിട്ടുണ്ട്, ഫെമിലിയർ ആണ്. You might have seen our Prime Minister hoisting the national flag here on Independence Day. എന്താണ് നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്ന് നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്നത്, നമ്മളെ പ്രൈം മിനിസ്റ്റർ ഉയർത്തുന്നത് ഇവിടെ നിന്നാണ് അല്ലേ? ഇതെന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര്? ദ ഫസ്റ്റ് ഫിഗർ ഇസ് ദ റെഡ് ഫോർട്ട് അല്ലേ? ചെങ്കോട്ട എന്ന് പറയും അല്ലേ? റെഡ് ഫോർട്ട് ആണ് ഫസ്റ്റ്. ബിൽറ്റ് ഇൻ ഡൽഹി ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ. ഷാജഹാന്റെ ഭരണകാലത്താണ് ഇത് ഉണ്ടാക്കിയിരുന്നത്, ഡൽഹിയിൽ ഇത് ഉണ്ടാക്കിയത്, റെഡ് ഫോർട്ട് ഉണ്ടാക്കിയത് അല്ലേ? ദ സെക്കൻഡ് ഇസ് ദ ഫിഗർ ഓഫ് ഹംപി. ഇതാണ് ഹംപിയാണ് അല്ലേ? ദ ക്യാപിറ്റൽ ഓഫ് ദ വിജയനഗര ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദ സെയിം പീരീഡ്. അതേ കാലഘട്ടത്തിൽ തന്നെ എന്താണ് വിജയനഗര എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യാപിറ്റൽ ആണ് അല്ലെ? ഹംപി. അതാണ് ഇത്. ഓക്കെ, സൗത്ത് ഇന്ത്യയിലുള്ള. ലെറ്റ്സ് ഹാവ് എ ഡിസ്കഷൻ ഓൺ ദീസ് ടു കിങ്ഡംസ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ രണ്ട് കിങ്ഡത്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മുഗൾ റൂൾ. എന്താണ് മുഗൾ റൂൾ നോക്കാം നമുക്ക്. ബാബർ എസ്റ്റാബ്ലിഷ് ദ മുഗൾ റൂൾ ഇൻ 1526. ബാബർ ആണെന്ത് ഈ മുഗൾ റൂൾ 1526 എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലേ? ദ മുഗൾ റൂൾ ഇന്ത്യ ടിൽ 1847 വിത്ത് ഡൽഹി ആസ് ദെയർ ക്യാപിറ്റൽ. എന്താണ് മുഗൾസ് റൂൾഡ് ഇന്ത്യ ടിൽ 1857 വരെ ഇന്ത്യ എന്താണ് ഡൽഹി ക്യാപിറ്റലാക്കി ഭരിച്ച മുഗളന്മാരാണ്. ഇന്ത്യയിൽ മുഗൾമാരും ഭരിച്ചു അല്ലേ? മുഗൾസ്. ഡു യു നോ ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ്? അപ്പോൾ നിങ്ങൾക്കറിയാം മുഗൾ പീരീഡിൽ ഏതൊക്കെയാണ് മെയിൻ റൂളേഴ്സ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക്. മുഗൾ റൂൾ എന്താണ്? ബാബർ അല്ലേ? ബാബർ 1526 to 5030 ആണ്. ഹുമയൂണ് 5030 to 5040, അതുപോലെ 1555 to 1556 വരെയും. അക്ബർ 1556 to 1605 വരെയും. പിന്നെ ജഹാംഗീർ 1605 to 1627, ഷാജഹാൻ 1628 to 1658 വരെയും. ഔറംഗസേബ് 1658 to 1707 വരെയാണ് എന്ത് ഭരിച്ചത് അല്ലേ? യു മേ ഹാവ് ഐഡന്റിഫൈഡ് ദ ഇമ്പോർട്ടൻറ്റ് മുഗൾ റൂളേഴ്സ് ഫ്രം ദ പിക്ചർ. എന്താണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മുഗൾ റൂളേഴ്സിൻ്റെ ഒക്കെ ചിത്രം നിങ്ങൾ എന്താക്കുക ഈ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താക്കുക നിങ്ങളെ ബുക്കിൽ എന്താക്കുക കളക്ട് പിക്ചർ ഓഫ് മുഗൾ കിങ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ മുഗൾ റൂളേഴ്സ് ഇതിൽ നിന്ന് ഈ ഫ്രം ദ പിക്ചർ ഈ പിക്ചറിൽ നിന്ന് മുഗൾ റൂളേഴ്സ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കളക്ട് പിക്ചേഴ്സ് ഓഫ് മുഗൾ കിങ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. നിങ്ങൾ മുഗൾ കിങ്സിന്റെ ഒക്കെ ചിത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് എന്താക്കുക ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ മുഗൾസ് ഹാഡ് എ വെരി ഫാസ്റ്റ് കിങ്ഡം. എന്താണ് മുഗൾസിന് നല്ല വിസ്തീർണമുള്ളൊരു കിങ്ഡം ആയിരുന്നു. ഇൻ അഡീഷൻ ടു ടുഡേസ് ഇന്ത്യ ദ മുഗൾ റൂൾ ഹാഡ് സ്പ്രെഡ് ടു ദ നൈബറിംഗ് കൺട്രീസ് ഓൾസോ. എന്താണ് ഇന്നത്തെ ഇന്ത്യയിൽ കൂടാതെ എന്താണ് ഈ നമ്മളെ അടുത്തുള്ള രാജ്യങ്ങളിൽ വരെ ഈ മുഗൾസിന്റെ റൂൾ എന്താണ് സ്പ്രെഡ് ചെയ്തിരുന്നു. മുഗൾ കിങ്ഡം അണ്ടർ ഔറംഗസേബിന്റെ കാലത്തുള്ള കിങ്ഡം ആണിത് അല്ലേ? ഇത് നമുക്ക് ഇന്ത്യ മാത്രമാണുള്ളത് അല്ല അല്ലേ? പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട് അല്ലേ? പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്, ബംഗ്ലാദേശിൽ പോയിട്ടുണ്ട്, എന്തൊക്കെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ടുണ്ട് അല്ലേ? നോക്കാം. Observe the map, find and list out the existing countries where the Mughals had extended their rule. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ മാപ്പ് നോക്കിയിട്ട് ഏതൊക്കെ കൺട്രീസിലാണ് മുഗൾസിൻ്റെ റൂള് അവരുടെ ഭരണം എവിടെയൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് ഏതൊക്കെ കൺട്രീസിലാണെന്നുള്ളത് എഴുതുക. അഫ്ഗാനിസ്ഥാൻ എന്ന് തന്നിട്ടുണ്ട്, പിന്നെ എന്താണ് പാകിസ്ഥാന്, ബംഗ്ലാദേശ് ഒക്കെയാണ് എഴുതപ്പെട്ടത് അല്ലേ? ദ മുഗൾസ് ആൻഡ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. എന്താണ് മുഗൾസും പിന്നെ എന്താണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധവും അല്ലേ? പാനിപ്പത്തിന് ഫസ്റ്റ് ബാറ്റിൽ. ഓക്കെ, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം മൊങ്കോൾ. എന്താണ് ഈ മുഗൾ എന്ന് പറഞ്ഞ വേർഡ് വന്ന എന്താ? മോംഗൾ എന്ന് പറഞ്ഞ ഈ വാക്കിൽ നിന്നാണ് മുഗൾ എന്ന് പറഞ്ഞ ഈ പേര് വന്നത് അല്ലേ? ബാബർ ദ ഫൗണ്ടർ ഓഫ് ദ മുഗൾ കിങ്ഡം. എന്താ ബാബർ പറഞ്ഞാൽ എന്താ മുഗൾ കിങ്ഡത്തിന്റെ ഫൗണ്ടർ ആണ് അല്ലേ? വാസ് ദ ഡിസെൻഡന്റ് ഓഫ് ദ തുർക്കിഷ് റൂളർ തിമൂർ പാറ്റേണൽ വേ ആൻഡ് ദ മൊങ്കോൾ കിങ് ഗൻഗീസ് ഖാൻ മാറ്റേണൽ വേ അല്ലേ? അമ്മ വഴി എന്താണ് പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിൻ്റെയും അല്ലെ തിമൂർ അല്ലെ
അതുപോലെ മറ്റേണൽ വേരെ മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു അല്ലെ. It was the Europeans who started addressing this dynasty as Mughal during 16th century. എന്താണ് 16th സെഞ്ചുറിയിലാണ് യൂറോപ്യരാണ് ഈ രാജവംശത്തെ എന്താണ് മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. In 1526 Ibrahim Lodi, the last ruler of Lodi dynasty, and Babur, the ruler of Kabul, fought at Panipat in Haryana. എന്താണ് ഈ ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും ലോധി ഡൈനാസ്റ്റിയിലെ ഇബ്രാഹിം ലോധിയും അവസാന റൂളറായിരുന്ന ഇബ്രാഹിം ലോധിയും പിന്നെന്താണ് ബാബറും എന്താണ് റൂളർ ഓഫ് കാബൂളത്തെ രാജാവായ ബാബറും കൂടി എന്താണ് ഹരിയാനയിലുള്ള പാനിപ്പത്തിൽ വെച്ച് എന്താണ് ഏറ്റുമുട്ടി in 1526 അല്ലേ. ഇൻ ഹിസ്റ്ററി ദിസ് ബാറ്റിൽ ഈസ് റെഫേർഡ് ആസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. എന്താണ് ഫസ്റ്റ് എവിടെയാണ് ഏറ്റുമുട്ടിയത് അല്ലെ. ചരിത്രത്തിൽ ഇതിനെ എന്താണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. ബാബർ ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ ത്രൂ ദിസ് വിക്ടറി. എന്താണ് ഈ യുദ്ധവിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം എന്താക്കിയത് ആരംഭിച്ചത്. മനസ്സിലായല്ലോ. ദെൻ Emperor Akbar, who shook the east, passed away. Akbar was indeed a great emperor, even while having great command over his subjects. They all loved him, respected him, and was always submissive to. He administered equal justice without any distinction of high, low caste, familiar, unfamiliar. He considered Hindu, Christian, Muslim alike. He treated the strong with force and the weak with mercy. He was loved by all. എന്താണ് എംപറർ അക്ബർ എന്താണ് ഈ കിഴക്ക് ഭാഗത്തെ വിറപ്പിച്ച എംപറർ അക്ബർ എന്താണ് പാസ്റ്റ് അവേ നിര്യാതനായി അല്ലെ. അക്ബർ വാസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എംപറർ. എന്താണ് അദ്ദേഹം നല്ലൊരു എംപറർ ആയിരുന്നു അല്ലെ, നല്ലൊരു ചക്രവർത്തി ആയിരുന്നു അല്ലെ. ഈവൻ വൈൽ ഹാവിംഗ് ഗ്രേറ്റ് കമാൻഡ് ഓവർ ഹിസ് സബ്ജക്ട്സ് ദേ ഓൾ ലവ്ഡ് ഹിം ആൻഡ് റെസ്പെക്റ്റഡ് ഹിം ആൻഡ് വാസ് ഓൾവേസ് സബ്മിസീവ് ടു ഹിം അല്ലെ. എല്ലാവരും സ്നേഹിച്ചും അതുപോലെ റെസ്പെക്റ്റ് കിട്ടിയും അതുപോലെ സബ്മിസീവ് ആയിട്ടും അതേപോലെ എന്താണ് ഒരേ സമയം വിധേയത്വവും അതുപോലെ എന്താണ് ബഹുമാനവും സ്നേഹവും ലഭിച്ചുകൊണ്ട് തൻ്റെ കമാൻഡൊക്കെ അദ്ദേഹം നിർവഹിച്ചു അല്ലെ. ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്. അദ്ദേഹം എല്ലാവരോടും ഈക്വൽ ആയിട്ട് നീതി കാണിച്ചില്ലേ, ഒരു വേർതിരിവും ഇല്ലാതെ അല്ലെ. വലിയവരെന്നോ താഴ്ന്നവരോ ഒന്നില്ലാതെയും അതുപോലെ ഫെമിലിയർ അൺഫെമിലിയർ പരിചിതരെന്നോ അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരെന്നോ രീതിയൊന്നും നോക്കാതെ അതുപോലെ അദ്ദേഹം തുല്യ നീതി എല്ലാവർക്കും കൊടുത്തു. ഹി കൺസിഡർ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അലൈക്ക്. അദ്ദേഹം കൺസിഡർ ചെയ്തെന്താ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ ഒരുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ നീതി കൊടുത്തു. ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വേർതിരിവില്ലാതെ എല്ലാവർക്കും ഒരുപോലെ തന്നെ എന്താക്കി അദ്ദേഹം നീതി കൊടുത്തു. ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് വീക്ക് വിത്ത് മേഴ്സി. ഹി വാസ് ലവ്ഡ് ബൈ ഓൾ. അദ്ദേഹം സ്ട്രോങ് ആയ ആൾക്കാരോട് ഫോഴ്സിനാലും അതുപോലെ വീക്കായ ആൾക്കാരോട് മേഴ്സി കരുണ കാണിച്ചിട്ടും എന്താക്കി അദ്ദേഹം എല്ലാവരോടും അങ്ങനെ പെരുമാറിയില്ലേ. കരുത്തുള്ളവരോട് ശക്തമായിട്ട് തന്നെയും പിന്നെ അതുപോലെ ഈ വീക്കായ ആൾക്കാരോട് കരുണയോടും കൂടി അദ്ദേഹം പെരുമാറിയില്ലേ. ഹി വാസ് ലവ്ഡ് ബൈ ഓൾ. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചു അല്ലെ. എല്ലാവർക്കും അദ്ദേഹം പ്രിയപ്പെട്ടവനായിരുന്നു. ഓക്കെ, ദിസ് ഈസ് ആൻ ഒബിച്വറി റിട്ടൺ ബൈ ദ ജെസ്യൂട്ട് പ്രീസ്റ്റ് പിറർ ജാറിക് ആഫ്റ്റർ ഡെത്ത് ഓഫ് എംപറർ അക്ബർ 1605 CE. 1605 CE അക്ബർ മരിച്ചതിന് ശേഷം ഈ അവിടുത്തെ ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റ് എന്ന് പറഞ്ഞ ആള് എഴുതിയതാണ് ഈ വാക്കുകൾ. What can you understand about Mughal rulers Akbar from the above note? ഈ മുഗൾ തന്നിരിക്കുന്ന ഈ വാക്കിൽ നിന്ന് നമുക്ക് ഈ മുഗൾ റൂളർ അക്ബറിനെ കുറിച്ച് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അക്ബർ വാസ് എ പവർഫുൾ റൂളർ അല്ലേ. പിന്നെന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ വയ്യ. ഹി ലവ്ഡ് എവ്രി വൺ, ഹി റെസ്പെക്റ്റഡ് എവ്രി വൺ, പിന്നെ ഹി ഓൾവേസ് സബ്മിസീവ് to him with his great command over his subjects. പിന്നെ ഹി അഡ്മിനിസ്ട്രേറ്റ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ് അല്ലേ. ഇവിടെ ഈവൻ വൈൽ ഹാവിംഗ് ഗ്രേറ്റ് കമാൻഡ് ഓവർ ഹിസ് സബ്ജക്റ്റ് ദേ ഓൾ ലവ്ഡ് ഹിം, റെസ്പെക്റ്റഡ് ഹിം ആൻഡ് വാസ് ഓൾവേസ് സബ്മിസീവ് ടു ഹിം. പിന്നെ ഹി അഡ്മിനിസ്ട്രേറ്റ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ. ഹി കൺസിഡർ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം alike.
ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ദ വീക്ക് വിത്ത് മേഴ്സി അല്ലെ എന്തൊക്കെയാണ് മനസ്സിലാക്കി എന്നുള്ളത് എഴുതുക. ഇതാണ് എന്ത് അക്ബർ ദ ഫേമസ് റൂളർ ഓഫ് ദ മുഗൾ ഡൈനാസ്റ്റി ഡിസ്കസ് ദ വേരിയസ് റിലീജിയസ് ലീഡർ അല്ലെ. ഇത് എന്താണ് അക്ബർ ആണ് അല്ലെ ഫേമസ് റൂളർ ഓഫ് മുഗൾ ഡൈനാസ്റ്റിന്റെ എന്താണ് വേരിയസ് റിലീജിയസ് ലീഡറുമായിട്ട് ഡിസ്കസ് ചെയ്യാണ് അല്ലെ ഓരോ കാര്യങ്ങളും. In 1575 അക്ബർ ബിൽട്ട് ഇബാദത്ത് ഖാന ഇൻ ഹിസ് ന്യൂ ക്യാപിറ്റൽ. അദ്ദേഹത്തിന്റെ പുതിയ ക്യാപിറ്റലിൽ എന്താക്കി ഇബാദത്ത് ഖാന എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് പണി കഴിപ്പിച്ചു അക്ബറിനെ 1575. ഫത്തേപൂർ സിക്രി സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് റിലീജിയൻസ് യൂസ്ഡ് ടു ഗ്യാദർ ഹിയർ. ദിസ് ഡിസ്കഷൻ സ്പീക്ക് വോളിയൂംസ് അബൌട്ട് അക്ബേഴ്സ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്നിരുന്ന മതസഹിഷ്ണുത നയത്തിന് ഇത്തരം ചർച്ചകൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് അല്ലെ. അക്ബർ ക്രിയേറ്റഡ് ദീനിൽ ഇലാഹി ഇസ് വിഷനറി റിലീജിയൻ ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട് ഓഫ് ഓൾ റിലീജിയൻസ്. പീസ് ടു ഓൾ ഓർ സുൽഹി കുൽ ഈസ് ദ കോർ ഓഫ് ദിസ് വേർഷൻ. ഹി എയിംഡ് ടു ക്ലാരിഫൈ ദ ഐഡിയ ദാറ്റ് ഓൾ വേർഷൻ ആർ ഫോർ ദ വെൽഫെയർ ഓഫ് ഹ്യൂമൻ ബീങ്സ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദീൻ ഇലാഹി. ഓക്കെ, പീസ് ടു ഓൾ. സൂറത്തുൽ സുൽഹി കുൽ എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹി കുൽ എന്നതാണ് ഈ വിഷന്റെ കാതൽ അല്ലെ. എല്ലാ ദർശനങ്ങളും എല്ലാ വിഷൻസും മനുഷ്യരുടെ നല്ലതിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള ആശയം വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അല്ലെ. സുൽഹീഖുൽ എന്ന് പറഞ്ഞാൽ പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷയം വരുന്നത് അല്ലെ. അതാണ് ഫത്തേപൂർ സിക്രി അല്ലെ. ദ abolition of the religious tax called jizya proved that Akbar followed tolerance in the administrative field as well. ജസിയ എന്ന് പറഞ്ഞാൽ റിലീജിയസ് ടാക്സ് ഉണ്ടായിനി, അതെന്താക്കി അദ്ദേഹം നിർത്തലാക്കി അല്ലെ. അതൊക്കെ അദ്ദേഹത്തിന്റെ ഈ ഇതിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിൽ ഉള്ള ടോളറൻസ് ആണ് കാണിക്കുന്നത് അല്ലെ. ഫോളോഡ് ഫ്രം ഓൾ sects were treated equally in all spheres of the Mughal rule. Raja Todarmal, Raja Mansingh, Raja Bhagwan Das and Birbal were prominent among those who held high position in the royal court of emperor അല്ലെ. അദ്ദേഹം എല്ലാ സെറ്റിലുള്ള ആൾക്കാരുമായിട്ട് ഈക്വൽ ആയിട്ട് അദ്ദേഹത്തിന് മുഗൾ റൂളിൽ ഒരു ഇത് കൊടുത്തിരുന്നു അല്ലെ, സ്ഥാനം കൊടുത്തിരുന്നു. അതിലുള്ള ഉദാഹരണങ്ങളാണ് ഈ രാജ ടൊഡാർമാലും രാജ മൻസിംഗും രാജ ഭഗവൻദാസും ബീർബലും ഒക്കെ അദ്ദേഹത്തിന്റെ ഹൈ പൊസിഷനിലുള്ള റോയൽ കോർട്ടിലുള്ള ഹൈ പൊസിഷനിലുള്ള ആൾക്കാരായിരുന്നു അല്ലെ. ഈ കോർട്ട് ഓഫ് എംപറർ അക്ബർ അല്ലെ. എംപറർ അക്ബറിന്റെ ചക്രവർത്തി അക്ബറിന്റെ റോയൽ കോർട്ടിലുള്ള ഹൈ പൊസിഷനിലുള്ള ആൾക്കാരായിരുന്നു ഇതില്. അപ്പൊ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും അദ്ദേഹം ഹൈ പൊസിഷനിൽ നിയമിച്ചിരുന്നു. വാട്ട് വാസ് ദ അക്ബേഴ്സ് എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന? മേക്ക് നോട്ട്സ്. അക്ബർ എയിം ഇബാദത്ത് ഖാന ഉണ്ടാക്കി അല്ലെ. അപ്പൊ അദ്ദേഹം അക്ബർ ലക്ഷ്യം വെച്ചത്? നിങ്ങൾ നോട്ട് തയ്യാറാക്കുക കേട്ടോ. അപ്പം അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.